നമ്മൾ ഗ്ലെൻഷി എത്തിയിരിക്കുകയാണ്. ഗ്ലെൻഷിയുടെ റോപ്പ് വേ സ്ഥലത്തേക്ക്. ഗ്ലെൻഷിയിൽ റോപ്പ് വേയിൽ ഭയങ്കര തിരക്കും ക്യൂവും പിന്നെ പ്രൊഫഷണൽ സ്കീയേഴ്സ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ റോപ്പ് വേയിൽ കയറിയില്ല. പകരം ഗ്ലെൻഷിയിലെ സ്ഥലങ്ങൾ മഞ്ഞിലൂടെ നടന്നിട്ട് ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണം. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഒരു വൈഡർ ഏരിയ വരുന്നത്. നമ്മൾ 3 വണ്ടികളും ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഡണ്ടിയിൽ നിന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു യാത്രയാണ് ഗ്ലെൻഷിയിലേക്ക്. ഡണ്ടിയിൽ നിന്നും വെറും 35 മൈൽ മാത്രം ദൂരെയുള്ള ഗ്ലെൻഷി എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ ഒരു പ്രധാന സ്കീയിങ് ഡെസ്റ്റിനേഷനാണ്. പക്ഷെ ഡണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ബ്ലെയർ ഗൗരി വഴി മാപ്പ് ഇട്ടില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രാമവഴികളിലൂടെ പോകും. ചിലപ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളപ്പൊക്കത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. വണ്ടി പതുക്കെ കെൻഗോംസ് നാഷണൽ പാർക്ക് ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെയൊക്കെ മഞ്ഞുകൾ കാണാം. മൊത്തത്തിലൊരു ചൊവ്വയിലൂടെ അല്ലെങ്കിൽ മറ്റേതോ ഗ്രഹത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നൊരു പ്രതീതിയാണ്. വരുന്ന വഴി ഞങ്ങൾ ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം പാസ് ചെയ്തു. വെള്ളച്ചാട്ടം പാസ് ചെയ്തെങ്കിൽ അതൊന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് നടക്കുക. ഡണ്ടിയിൽ വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയ ഹരിച്ചേട്ടനാണ് ഞങ്ങളുടെ സാരഥിയും വഴികാട്ടിയുമൊക്കെ. പുള്ളിയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വണ്ടി നിർത്തിയത്. തുടർന്നുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായി ഒരു മഴവില്ലും ഉണ്ടായിരുന്നു. ആദ്യമാദ്യം ഞങ്ങളിതിനെ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ഹരിച്ചേട്ടൻ്റെ മകൾ വൈഷ്ണവി കൃത്യമായി മഴവില്ല് നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഴവില്ലിങ്ങനെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ കാണാൻ പറ്റി. ഞാൻ വ്ളോഗറല്ല. ഇതൊക്കെ വീഡിയോ എടാ എൻ്റെ ഫോട്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ സ്പിറ്റൽ ഓഫ് ഗ്ലെൻഷി എന്ന് പറഞ്ഞ ഏരിയയിലൊരു സമതല പ്രദേശം കഴിഞ്ഞ് ഗ്ലെൻഷി ഏരിയയിലേക്ക് കയറുകയാണ്. കയറുന്ന വഴിയെല്ലാം ചെറിയ ചെറിയ പഴയകാല ഗസ്റ്റ് ഹൗസസും ബിൽഡിങ്ങുകളൊക്കെ ആണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ സ്കോട്ട്ലൻഡിലെ ഗ്ലെൻഷി താഴ്വരയിലേക്ക് 4 മലയാളികളുടെ വണ്ടികൾ നമ്മൾ പ്രവേശിക്കുകയാണ്. കൊടും തണുപ്പാണ്, ഒരു രക്ഷയുമില്ല. പക്ഷേ ക്രിസ്മസ് ഓഫറിന് വില കുറഞ്ഞ് കിട്ടിയ സൂപ്പർ ഡ്രൈയുടെ കോട്ട് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഈ തണുപ്പത്ത് എത്രത്തോളം പട്ടി ഷോ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചിരിക്കും. മൊത്തം വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. സംഭവം സ്ഥലമൊക്കെ ഭയങ്കര വൈബാണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും പിടിച്ചു കെട്ടാനാവാത്ത വിധമുള്ള മൂത്രശങ്കയിലാണ്. ഇവിടെയാണെങ്കിൽ ഓരോ ഓപ്ഷനും ഇല്ല. എടാ ഇത് പണിവാളോ? മുള്ള വരുന്നില്ല. എനിക്ക് ഇതിലെ വന്നാൽ ഞാൻ മൂട് പോകാൻ എൻ്റെ പേടി. ആകെയുള്ള പ്രതീക്ഷ ദൂരെ കാണുന്ന ഒരു പാലവും പാലത്തിൻ്റെ അടിയിലൊരു ചെറിയ മൂലയുമാണ്. അപ്പം അങ്ങനെ അടിയന്തര സാഹചര്യങ്ങൾ നൈസായി തീർത്ത് നമ്മൾ വീണ്ടും മഞ്ഞിലേക്കും ഗ്ലെൻഷിയുടെ ഭംഗി ആസ്വദിക്കാനും ഇറങ്ങുകയാണ്. ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ മഞ്ഞിൻ്റെ ലോകത്ത് നിന്ന് നമ്മൾ ഡണ്ടിയിലേക്ക് പോവുകയാണ്. ഡുണ്ടി ഓവർ ഗേറ്റ്. സ്കോട്ട്ലൻഡിലെ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്കോട്ട്ലൻഡിലെ മഞ്ഞ്. കോമഡി ആക്കാണ്, രസമല്ലേ? കുറച്ച് ചളിയൊക്കെ അടിക്കാം. വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് ചളിയൊക്കെ അടിക്കാം അല്ലേ മൂസത്തെ? വ്ളോഗിൽ ചളി വേണ്ടേ? നല്ലല്ലേ രസം? അതെ, ജനം അതാണ് ആവശ്യപ്പെടുന്നത്. മഞ്ഞിൽ വീഴാതെ നോക്കിക്കോ.
എന്തായാലും തിരക്കില്ലാത്തൊരു ദിവസം ഈ റോപ്പ് വേയിലൂടെ കയറി ഈ മലമുകളിലെ മഞ്ഞുകൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഗ്ലെൻഷിയിലെ പ്രധാന റോപ്പ് വേ ഈ കാണുന്നതാണ്. പിന്നെ റോപ്പ് വേയുടെ അടുത്ത് തന്നെ ചെറിയ മഞ്ഞിൻ്റെ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ സ്കീയിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കാണാം. ഭയങ്കര മനോഹരമായ ചെറിയ ചെറിയ സ്പോട്ടുകളും ഈ വഴിയിലുണ്ട്. പിന്നെ ഗ്ലെൻഷിയിലൊക്കെ സ്കീയിങ്ങിനും അല്ലെങ്കിൽ തന്നെ കാണാനും റോപ്പ് വേയിലൊക്കെ കയറാനും വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായ വിൻ്റർ എക്യുപ്മെൻറ്റ്സ് ധരിച്ചിരിക്കണം. കാരണം മറ്റ് സ്ഥലങ്ങളിലെ പോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റോപ്പ് വേ അല്ല, ഓപ്പൺ എയറിൽ ഉള്ളൊരു റോപ്പ് വേണം. നമ്മളൊരു ചെയറിലിരുന്നിട്ട് അത് മഞ്ഞിലൂടെ പോവുകയാണ് ചെയ്യുക മലയുടെ മുകളിലേക്ക്. അപ്പോൾ കൃത്യമായ ബൂട്ട്സും അതുപോലെ തന്നെ അതിനുവേണ്ട എല്ലാ വിയേഴ്സും കാര്യങ്ങളും എല്ലാം വേണം. അതല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ആകെ പണിപാളും. തിരിച്ചു വരുന്ന വഴി അതിമനോഹരമായൊരു വ്യൂ പോയിൻറ്റിൽ ഞങ്ങൾ നിർത്തി. ഈ ഗ്ലെൻഷിയുടെ താഴെ വരുമ്പോൾ എല്ലാവർക്കും കാണാവുന്ന ഒരു മനോഹരമായ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മൊത്തത്തിലൊരു 4 മൗണ്ടൻസാണ് ഈ ഒരു ഏരിയ. അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ്, ആ ഒരു വാലിയുടെ വ്യൂ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ വ്യൂ പോയിൻ്റോടുകൂടി ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. Yeah.